ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് US നാവികസേന സംരക്ഷണം നൽകുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയെ വെല്ലുവിളിച്ച് ഇറാൻ. 1987-ലെ US ടാങ്കർ ബ്രിഡ്ജ് ടണ്ണിന്റെ അവസ്ഥ ഓർമ്മ വേണമെന്നും IRGCയുടെ ഭീഷണി. ഹോർമൂസിലൂടെ കടന്നുപോയ 9 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങൾ കൂടി എന്താണ്? തീർച്ചയായും ഹോർമൂസിലൂടെ കടന്നുപോയ 9ഓളം കപ്പലുകളെ ആക്രമിച്ചുവെന്ന് IRGC തന്നെ നേരത്തെ അറിയിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഹോർമൂസ് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമായി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കേണ്ട സാഹചര്യം വരികയും ഇറാനൊക്കെ പോലുള്ള ചില രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണക്കടത്ത് നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. സ്വാഭാവികമായും അതിസങ്കീർണമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഈ US നാവികസേനയുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തത്. ഈ നിലപാടിനെയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. വെല്ലുവിളിയുടെ രൂക്ഷത എന്ന് പറയുന്നത് 1987-ലെ SS ബ്രിഡ്ജ്ടൺ എന്ന എണ്ണ ടാങ്കർ ഏറ്റവും വലിയ സൂപ്പർ എണ്ണ ടാങ്കർ ആയിരുന്നു. ആ എണ്ണ ടാങ്കർ തകർക്കുകയായിരുന്നു ഇറാന്റെ ടാങ്കറിനെ അതീവ ഗൗരവതരമായ നാശനഷ്ടമുണ്ടാവുകയും അതിന്റെ കപ്പലിന്റെ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ദ്വാരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു. ഇരട്ട ഹാളിലുള്ള ഒരു കപ്പൽ, അതായത് 2 കവചങ്ങളുള്ള കപ്പലായതിനാൽ തന്നെ ആ കപ്പൽ അത് വലിയ പരിസ്ഥിതി ദൂഷ്യമോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഉണ്ടായില്ല എങ്കിൽ കൂടി കപ്പൽ പൂർണ്ണമായും തകർന്ന ഒരു ചരിത്രം 87-ലുണ്ട്. സമാന ചരിത്രം ആവർത്തിക്കരുത് എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും US ടാങ്കറിന് നേരെ തങ്ങൾ നടത്തിയ ആക്രമണം, അതുപോലെ തന്നെയുള്ള ആക്രമണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരത്തിലുള്ള US നാവികസേനയുടെ സംരക്ഷണം എസ്കോർട്ട് ചെയ്യുന്ന സംവിധാനത്തെ തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഇവിടെ തന്നെ തങ്ങൾ ഉണ്ടെന്നും ആണ് ഈ നൈനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അലി മുഹമ്മദ് നൈനി എന്ന് പറയുന്ന IRGC വക്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമായൊരു സ്ഥിതിവിശേഷം ഹോർമൂസിൽ തുടരുക, ഹോർമൂസിൽ സംഘർഷാവസ്ഥ തുടരുക എന്ന കൃത്യമായ നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.